നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്ന് സ്ഥാനങ്ങളിൽ നാം നിൽക്കുമ്പോൾ തന്നെ അല്പസമയം നമുക്ക് വചനം ചിന്തിക്കാനുള്ള സമയമാണ്. ഈ സങ്കീർത്തനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണെന്ന് പകൽ കർത്താവ് നമുക്ക് തന്നത്. ഇത് ആസാഫിൻ്റെ സംഗീത പ്രമാണിക്ക് യദൂദിന രാഗത്തിൽ ആസാഫിൻ്റെ ഒരു സങ്കീർത്തനമാണെന്ന് ഇതിൻ്റെ തലക്കെട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യദൂദൂന്യ രാഗത്തിൽ ആസാഫിൻ്റെ ഒരു സങ്കീർത്തനം. യദൂദൂൻ എന്ന് പറഞ്ഞൊരു സംഗീതജ്ഞനായിരുന്നു. ആസാഫിനെ പോലെ തന്നെ ഒരു സംഗീതജ്ഞനായ വ്യക്തിയായിരുന്നു. ആസാഫ് എഴുതിയ സങ്കീർത്തനം ഇതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ രേഖകളിലൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താൻ കടന്നുപോയ ചില ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ, താൻ വിഷമഘട്ടത്തിൽ, താൻ പ്രതിസന്ധിയിൽ അകപ്പെട്ടു, മാനസികമായിട്ട് ഒത്തിരി തളർന്ന അനുഭവത്തിൽ ആസാഫ് എഴുതിയൊരു സങ്കീർത്തനമാണ് ഈ 77-ാം സങ്കീർത്തനം. ഈ 77-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ഭേദഭാഗങ്ങൾ നാം ചിന്തിക്കുമ്പോൾ താൻ മാനസികമായിട്ട് ഒത്തിരി തകർന്ന ഒരു സാഹചര്യത്തെ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. തൻ്റെ ഓരോ വാക്കുകളും ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിന് വിരോധമായി അല്ലെങ്കിൽ ആ ദൈവപ്രവർത്തികളെ അവിശ്വാസത്തിൻ്റെ വാക്കുകളാണ് ഈ 10 വാക്യങ്ങൾ പ്രാരംഭത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. വളരെ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ എല്ലാ കാര്യങ്ങളും പറയുവാൻ താല്പര്യപ്പെടുകയില്ല. എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു, കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ, അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കില്ല. ഇങ്ങനെയുള്ള വാക്കുകളാണ് അവിശ്വാസത്തിൻ്റെ വാക്കുകൾ, നിരാശയുടെ വാക്കുകൾ അവിടെ ആസാഫ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നിരാശകളും വേദനകളും ഒക്കെ കടന്നു വരുമ്പോൾ അത് മനസ്സിലാക്കണം. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന്. നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ പല മാനസിക വ്യഥകളും ജീവിതത്തിൽ കടന്നു വരും. മനസ്സിനെയാണ് പിശാച് അറ്റാക്ക് ചെയ്യുന്നത്. പലപ്പോഴും മനസ്സിനെ തകർത്ത് കളയുക. പല ചിന്തകൾ, ഇനി നടക്കത്തില്ല, ഇനി സംഭവിക്കത്തില്ല, ഇനി ഒരിക്കലും അത് സാധ്യമാക്കത്തില്ല എന്നുള്ള മാനസികമായിട്ട് ശത്രു പീഡിപ്പിച്ച് തകർക്കാൻ നോക്കും. നിന്റെ വിശ്വാസത്തെ തന്നെ ത്യജിച്ചു കളയുവാൻ ശത്രു പദ്ധതിയിടും. എന്നാൽ ഉറയ്ക്കണം. ഈ 77-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യം മുതൽ മനോഭാവത്തിന് മാറ്റം വരിക. ആസാഫിൻ്റെ മനോഭാവത്തിന് മാറ്റം വന്നു. താൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അവിവേകം മുഖാന്തരം, എൻ്റെ ബലഹീനത നിമിത്തമാണ് ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊക്കെ, എൻ്റെ കഷ്ടകാലത്ത് പറഞ്ഞ വാക്കുകളാണ് എന്ന് പറഞ്ഞ് തനിക്ക് ഒരു സുബോധം വരുന്നൊരു മനോഭാവമാണ് 10 മുതലുള്ള വേദഭാഗങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലപ്പോഴും കഷ്ടം വരുമ്പോൾ, വേദന വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ അറിയാതെ എന്തൊക്കെയോ പറയുകയാണ്. നാം എന്തൊക്കെയോ മാനുഷികമായിട്ട് മാനസിക സമ്മർദ്ദം കൊണ്ട് പലതും അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയും. എന്നാൽ പരിശുദ്ധാത്മ പറയുക, നീ ഒന്ന് മടങ്ങി വരിക, നീ മടങ്ങി വരിക. പണ്ടത്തെ നല്ല കാലത്തെക്കുറിച്ചൊന്ന് ഓർക്കണം. നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളൊന്ന് ഓർക്കണം. ശത്രു നിരാശ കൊണ്ടുവരുമ്പോൾ, ദുഃഖത്തിൻ്റെ വാർത്ത കൊണ്ടുവരുമ്പോൾ, വേദനയുടെ വാക്കുകൾ കൊണ്ടുവരുമ്പോൾ, നിന്നെ മാനസികമായി തകർക്കാൻ നോക്കുമ്പോൾ, നിന്റെ ജീവിതത്തെ മുരടിപ്പിക്കാൻ നോക്കുമ്പോൾ, നീ പറയണ, എനിക്ക് ദൈവം ഒരു നന്മ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങൾ എനിക്ക് നന്മ ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. ആ ദൈവം ഇനിയും പ്രവർത്തിക്കാൻ ശക്തനാണ്. ആ ദൈവം എന്നെ മറന്നു കളഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അവിശ്വാസത്തിന്റെ വാക്കുകൊണ്ട് നിന്റെ ഹൃദയത്തെ ഹല്ലേലൂയ നിരാശപ്പെടുത്താതെ വിശ്വാസത്തിന്റെ വാക്കുകൊണ്ട് മനസ്സിനെ ബലപ്പെടുത്തണം. വിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കണം. വിശ്വാസം ഹല്ലേലൂയ അത് മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം. മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന, തളർത്തുന്ന വിഷയങ്ങൾ ജീവിതത്തിൽ വരട്ടെ. എന്നാൽ പറയണ, എത്ര അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം ചെയ്തു. എന്റെ പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയോ, എത്ര അത്ഭുതങ്ങൾ ചെയ്തു. പിന്നെ ഈ നിരാശ, ഇപ്പോഴുള്ള പ്രശ്നം എനിക്ക് വിഷയമല്ലെന്ന് പറയണ. ഇപ്പോഴുള്ള കഷ്ടത എനിക്ക് വിഷയമല്ല. ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന തീച്ചൂളം മാറും. ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന ആ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇപ്പോൾ ഞാൻ മാനസികമായിട്ട് പ്രയാസപ്പെടുന്നെങ്കിൽ ഇത് മാറും. ഉറച്ചു വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരിൽ അത്ഭുതം നടക്കുക. ഹല്ലേലൂയ. ആസാഫിന്റെ മനോഭാവം മാറി. ആസാഫ് പറയുക, ഞാൻ എൻ്റെ അവിവേകം മുഖാന്തരം അത് പറഞ്ഞതാ, എൻ്റെ കഷ്ടകാലത്ത് പറഞ്ഞതാ. എന്തെല്ലാം കാര്യങ്ങൾ നാം കഷ്ടകാലത്ത് പറയും, വേദന വരുമ്പോൾ പറയും, ദുഃഖം വരുമ്പോൾ പറയും. എന്നാൽ ഒരു തിരിച്ചറിവ് ഇന്ന് പകലുണ്ടാകട്ടെ. പറയാത്തവരില്ല,
അങ്ങനെയുള്ള വിഷമഘട്ടത്തിൽ ഒരു പക്ഷേ നീ പറഞ്ഞു നിന്നിരിക്കും, എന്നാൽ ഇന്ന് പകൽ മടങ്ങി വരാനാണ് പരിശുദ്ധാത്മാ പറയുന്നത്. ആ ചിന്തയിട്ടോണ്ടിരിക്കണ്ട, ആ വിഷമത്തിൽ തുടരാനല്ല. അത് ദൈവത്തോട് പറഞ്ഞ്, കർത്താവേ ഞാൻ പറഞ്ഞത് എന്നോടൊന്ന് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞത് എന്നോട് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞു പോയ അവിശ്വാസങ്ങളോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ ചോദ്യം ചെയ്യാൻ ആരുമല്ല. ആ തെറ്റൊന്ന് സംഭവിച്ച് നമുക്കൊരു തിരിച്ചറിവ് ഹല്ലേലൂയ. മാനുഷ്യമായിട്ട് നമ്മുടെ മനോമണ്ഡലത്തിൽ ഒരു തിരിച്ചറിവ് വേണം. ഹല്ലേലൂയ. ഇന്ന് പകൽ തിരിച്ചറിവുണ്ടെങ്കിൽ ദൈവം വിടുവിക്കാൻ ശക്തനാ. ആ സഭ എന്നിട്ട് പറയുകയാണ്, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്, അവൻ വിടുതൽ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എത്രയോ അത്ഭുത വാർത്തകളാണ് ആ സഭ പറയുന്നത്. 77-ാം സങ്കീർത്തനത്തിൽ സമാപനമായി പറയുന്ന കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ പറയുന്നു. ദൈവമേ, വെള്ളങ്ങൾ നിന്നെ കണ്ടു ഭ്രമിച്ചു, ആഴികളും വിറച്ചുപോയി, മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു, ആകാശം നാദം മുഴക്കി, നിന്റെ അസ്ത്രങ്ങൾ പരക്കെ പറന്നു, നിന്റെ ഇടിമുഴക്കം ചുഴലിൽ കാറ്റിൽ മുഴങ്ങി, മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു, ഭൂമി കുലുങ്ങി നടുങ്ങിപ്പോയി. ഇനി പിന്നെ ആ സഭ പറയുക, നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു, നിന്റെ കാൽച്ചുവടുകളെ അറിയാതെയുമിരുന്നു. ദൈവത്തിൻ്റെ വഴി എവിടാന്ന് അല്ലെ നീ ചിന്തിക്കുന്നതിനപ്പുറം കേട്ടോ. സമുദ്രത്തിൽ ഒരു വഴി കാണാൻ മാനുഷ്യമായിട്ട് പറ്റുമോ? സമുദ്രത്തിൽ എവിടെ വഴി കിട്ടും? എന്നാൽ ദൈവം പറയുന്നത്, ദൈവത്തിൻ്റെ വഴി മകനെ, നിനക്ക് വേണ്ടി തുറന്ന വഴികള് ആഴി മൂടിക്കിടക്കിയ അതിന്ന് മകൾ തുറന്നു വരൂ. നീ ചിന്തിക്കാത്ത മേഖലയിൽ നിന്ന്, നീ ചോദിക്കുന്നതിലും നിരക്കുന്നതിൽ അത്യന്തം പരമായി നടത്താൻ ദൈവം ഒരു വഴി തുറന്നിട്ടുണ്ട്. അവനൊരു വഴി തുറന്നിട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ പാത പെരുവെള്ളത്തിലടിയിലാണ് കിടക്കുന്നത്. ഹല്ലേലൂയ. അത് നിനക്കിപ്പോൾ കാണാൻ പറ്റില്ല, അത് വെളിപ്പെട്ട് വരൂ. നിന്റെ വിശ്വാസ കണ്ണുകൊണ്ടൊന്ന് കാണൂ. നിരാശപ്പെട്ടു പോകരുത്. മനസ്സോട് പറ, എന്റെ ദൈവം നടത്തോ, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നു വെച്ചിരിക്കുന്നു, എന്റെ ദൈവം എന്നെ സഹായിക്കും, എന്റെ ദൈവത്തിന്റെ വഴി ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ ചെങ്കടൽ കൂടെ നടത്തിയതുപോലെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് മരുഭൂമിയിൽ അവരെ ആരാധിപ്പാൻ ഹല്ലേലൂയ അവർ കടന്നു വന്നതുപോലെ, തീക്കൽ പാറകളിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചതുപോലെ അവർക്ക് ഒരിക്കലും പറ്റാത്ത ഉറവകള്, ശ്രേഷ്ഠമായ ഭോജനം, അവർക്ക് വേണ്ടുന്ന എല്ലാം കൊടുത്ത ദൈവം ഹല്ലേലൂയ നിന്നെയും നടത്താൻ മതിയായവനാണ്. നിരാശ വേണ്ട. ഇന്ന് പകൽ ഉറച്ച് വിശ്വസിക്കുക. അവിശ്വാസം മാറട്ടെ. ദുഷ്ടൻ കൊണ്ടുവരുന്ന എല്ലാ നിരാശകളും മാറട്ടെ യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. ആ അവിവേകം മറന്നുകൊണ്ട്, ആ ബലഹീനതകളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ്, ദൈവത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട്, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ആര് വിശ്വസിക്കുന്നു? ആരെന്ന് പകൽ ഉറച്ചു വിശ്വസിക്കുന്നു? നിനക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരു വഴി ഒരുക്കി വച്ചിരിക്കുക. വിശ്വാസത്തോടെ കണ്ടാരാധിക്കുമ്പോഴാ ദൈവം പ്രവർത്തിക്കുന്നത്. അബ്രഹാമിനോട് പറഞ്ഞു, നീ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക, നീ കാണുന്ന ദേശം നിനക്ക് അവകാശമായി തരും. നിന്റെ കണ്ണൊന്ന് തുറക്കണ. ആ വിശ്വാസ കണ്ണ് തുറന്ന്, എന്റെ ദൈവം എന്നെ കഴിഞ്ഞ കാലങ്ങളിൽ അനുഗ്രഹിച്ചതാ, എന്നെ വിടുവിച്ചതാ, കട്ടതയുടെ നടുവിൽ എന്നെ നടത്തിയത് ഈ ദൈവം എന്നെ നടത്തി.